തിരയാൻ കൂടിയില്ല ഇന്നലെ. ഞാൻ ഇന്നലെ കുറച്ചു നേരം തിരഞ്ഞ് കിട്ടിയില്ല. ഞങ്ങൾ അതിലൊക്കെ കുറെ പോയി, സാധനം കണ്ടില്ല. ഇന്നലെ ഓടിയില്ല. നിങ്ങൾ ഇന്നലെ തെരഞ്ഞില്ലേ? ഞങ്ങൾ മറ്റേ വയല് ഫുള്ള് തെരഞ്ഞ് പിന്നെ കിട്ടണ്ടവനെ ഓൻ അങ്ങോട്ട് പോകാൻ കളിക്കല്ലേ. ഓനിക്ക് തോന്നി നമ്മളെ അപ്പുറത്തെ ബാബാന്റെ വീടില്ലേ, അതിലെങ്ങനെ ഓന്റെ കളി ഉണ്ട്. എനിക്ക് തോന്നി ഓനെ കുട്ടികളെയും പെണ്ണുങ്ങളാണ് ഭയങ്കര. അതാണ് മെയിൻ പ്രശ്നത. തെരഞ്ഞിന് കൊണ്ടേയില്ലേ, അത് കുറച്ച് സീരിയസ് ആണല്ലേ. കുട്ടി എന്തോ വർത്താൻ പറയാൻ പറ്റാണ്ട് പേടിച്ചു എന്തൊക്കെ ചെയ്തില്ലേ. അത് നോക്കണ്ട, ഞാൻ പിടിക്കാൻ പാടില്ല. എന്നാലും അത് നോക്കിട്ട് കാര്യമില്ല. അല്ല, അങ്ങനത്തെ ഒരു ഇത് കണ്ട് ഫോണിലൊക്കെ ഇപ്പൊ അങ്ങനെ ഇത് വരുന്നുണ്ട്. കണ്ടില്ലേ? അല്ല, ഫോണിൽ ഇപ്പൊ അങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് വരുന്നോണ്ട് ആൾക്കാരെ ഇതാക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞിട്ട് നടക്കെങ്കും തോട്ടത്തിൽ കൂടെ ഇനിയോ ഇതില്ല പോവാല്ലേ. ഞാൻ രാത്രി നമ്മുടെ ഏരിയ വരലുണ്ട് ആണല്ലേ. ഇത് മൊത്തം പ്രശ്നം എന്റെ പെങ്ങളെ വീട്ടിലൊക്കെ പെങ്ങൾ ഇട്ടിച്ചവിടെയാണ് കുറിച്ചോണ്ടാണല്ലോ അടക്കുണ്ട് എല്ലായിടത്തും സംഭവം. ഞങ്ങളന്ന് ഫുള്ള് തെരഞ്ഞ് കണ്ടില്ലല്ലോ. അല്ല ഞാന് ഇന്റെ ഭാഗത്ത് തെരഞ്ഞ് ഇവിടെ ഏരിയ ഉണ്ട്, നമ്മുടെ ഏരിയ ഉണ്ട്. ഫുള്ള് സീനാ. ഞങ്ങൾ ഇന്നലെ പോയില്ലേ കിട്ടേണ്ടവനെ ബുദ്ധിമുട്ട്. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലാണ് വരുന്നത്. അതാണ് മെയിൻ പ്രശ്നം. ഇടയ്ക്കൊക്കെ പ്രശ്നം ഉള്ള പ്രശ്നങ്ങളാണ്. ഞങ്ങൾ എന്താ രാത്രി പോയിട്ടെ 2 മണി അല്ല ഈ പോലീസുകാർക്ക് പറഞ്ഞു വെച്ചാലേ അയാളെ ഈ സംഭവത്തിന് മുന്നിൽ ഒറ്റയ്ക്ക് പോകുന്ന പറയുന്നത് മുദ്രയ്ക്കുന്ന കേട്ടേ. അത്ര ആൾക്കാരുണ്ട്. അത് മറ്റേ ഇവിടെ പറയുന്ന ആള് കേട്ടോ. അല്ല ഇവർക്ക് സ്പ്രിംഗ് ചെരുപ്പം എന്തോ ഉണ്ട്. അത് ആരോന്ന് പറയാ, വാട്സപ്പ് കണ്ടിരുന്നു. അല്ലല്ല കൊറേ വാട്സപ്പില് വെറുതെ പറയൂ. സംഭവം ഉള്ള അങ്ങനെയല്ല. എത്ര ആൾക്കാർ നിങ്ങൾ കാണാൻ പിടിക്കാൻ കഴിഞ്ഞില്ല. പിടിക്കാൻ പറ്റില്ല. സംഭവം പിടിക്കണം, കല്ലിട്ട് എറിഞ്ഞാൽ മതി. കല്ലെടുത്ത് എറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരാളെ അങ്ങനത്തെ കണക്ക് എനിക്ക് രണ്ടാൾക്കാർ എങ്ങനെ ഇതിന് ആർക്കറിയില്ല. അല്ല വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ ദിവസം ഒരു എന്താ വാളൊക്കെ എടുത്തേക്കലാണ്. വാളല്ല കുടിവാളൊക്കെ എടുത്തേക്കലാ. വടി എല്ലാവരും ഉണ്ട്. നമ്മളെ വീടിനടുത്ത് ഫുള്ള് ആൾക്കാർ രാത്രി ആകുമ്പോൾ തെറ്റാ. എന്താ വെച്ചാൽ നമ്മളെ ഫുള്ള് കയ്യിലും അടിയും എന്തൊക്കെ സംഭവങ്ങളാണെന്നറിയോ. അടിന്റെ അടി കാര്യമില്ലല്ലോ. അവനെ പിടിച്ച് കിട്ടണ്ടേ, അവൻ ചടിച്ചാടി പോവല്ലേ. മനുഷ്യനാണോ പിടിക്കാൻ ഇവര് ഭയങ്കര ഉപദ്രവിക്കുന്ന ആളെന്നാ. ഒരു സംശയം വേണ്ട. എത്ര ആൾക്കാരുണ്ട്. ഇത് പിടിച്ചാൽ ശരിയാവട്ടോ. ഇത് പിടിക്കാൻ വേണോ, ഉറപ്പായിട്ട് വേണോ. ഇന്നലെ രാത്രി നമ്മുടെ ചേച്ചില്ലേ, അവര് പേടിപ്പിച്ച് ചേച്ചങ്ങായി. അവര് പാത്രം കഴുകി മുറ്റത്ത് ഇറങ്ങുമ്പോ വന്ന് പേടിപ്പിച്ച് ചേച്ചി. അല്ല ഈ മലയാള ബഷീർക്കല്ലേ അവര് അടിച്ചിട്ട് ചേർന്ന് ആണോ? അങ്ങനെ കേട്ടോ. ഇറങ്ങി നടന്നൂടല്ലേ. ഞാൻ പോയാലോ മല്ലേ പോലെയോ പോട്ടെ. ഇനി ഉച്ച വരക്കുന്നുണ്ട്. രാത്രി നോക്കിക്കോട്ടോ മോനെ. രാത്രി ഉണ്ടാവില്ല. വിളിച്ചാ മതി. രാത്രി ഉണ്ടാവില്ല. വിളിച്ചാ മതി. ഇന്നും കൂടെ വരുമോ? ഇനി ഭാഗത്ത് വരുമോ? രാത്രി ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. വരൂ, ഇങ്ങോട്ട് ഇറങ്ങാം. പോയി അതിന് ഭക്ഷണം കഴിക്കണം. പോവല്ലേ?
ഓൻ അങ്ങോട്ട് പോയത് അങ്ങോട്ട് നീ കൂട്ടിയോടാ അക്കി പൊടിയാവും ഓനെ കണ്ടിട്ടിരിക്കുന്നോ കണ്ടിട്ട് അപ്പം പറയും ഇവിടെ കാണില്ല ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോയോ ആ ഇവിടെ ഉണ്ട് വായന്നിട്ട് നോക്കിട്ടോ ഞാൻ ഇവിടെ നോക്കാം ഇവിടെ ഉണ്ടാവും ഇവിടുന്ന് പോയി കേട്ടെ ഇങ്ങോട്ട് 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 ഇന്ന് അപ്പുറത്തെ വീട്ടിൽ വന്ന ആ കുട്ടിനെ ഭയങ്കര അല്ല ഓനൊന്ന് വിടരുത് ഓനൊന്ന് പിടിച്ചേ പറ്റൂ അവര് പണിയാ രണ്ടായിട്ട് പോയിക്കോളി കൊണ്ട് പോവാ ഞങ്ങൾ ഇങ്ങോട്ട് പോവാ നിങ്ങൾ കിട്ടിയ അമ്മ വിളിച്ചോ തീരെ ഞാൻ കളിക്കുന്നു ഇങ്ങനെയോ ഇനി അടുത്തല്ലേ ഞാൻ മണിക്ക് വരാം എടാ എന്നാ ബാബയുടെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നാ ചെങ്ങായി വന്നേ ഏത് ബ്ലാക്ക് മാനോ ആ ഓ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഓനെ തെരഞ്ഞു നടക്കുക ഇത് മൊത്തം വിഷയത്തിലാ അപ്പൊ നമ്മളെ ഭാര്യയൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് വരുമോ ഞാൻ വീട്ടിൽ പോരാ ഇനി വരുമോ മാറ്റി തരാം ഇനി വരുമ്പോ എന്നാല് ടൂൾസ് എടുക്കണ്ടോ ഞാൻ എടുത്തു തരാം ഓ ആയിക്കോട്ടെ എന്നാ കാണാം ഓ